അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക, അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. സുന്നികൾ അതിലുണ്ടാവും, മുജാഹിദീകളുണ്ടാവും, സുന്നി മുജാഹിദും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെയോ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നമുക്കത് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ല. അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എവിടുന്ന് എതിർത്താലും അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയുകയല്ലേ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങൾ എതിർത്തു. അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേന്ന് അവിടെ സമ്മേളനം ഉണ്ടാക്കി. മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയും ഷെയ്ഖുന കണ്ണിത്ത് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു. ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു. ഇതാണ് അവർ നമുക്ക് കാണിച്ചു തന്നതായ മാർഗം. സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നൽക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്നും അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിലും നമ്മളെന്താവണം, ശക്തമായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയാൽ പറ്റില്ല. അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്നത്തുൽ അഹ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ഫിത്നാണ്. ഒരു അഹ്ലാസ് ഒരു വാഹനവുമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ ആദ്യം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഫിത്ന. ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്ന ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതിന് നമ്മൾ വിട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പോഷക സംഘടനകളൊക്കെ ഉണ്ട്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതോടുകൂടി ഇവിടുത്തെ മറ്റുള്ളതായ സൗഹാർദ്ദവും സ്നേഹവും ഇതിനൊക്കൊന്നും യാതൊരു നിലക്കുള്ളതായ തകരാറുകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാനും പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിവിടെ ഉണ്ടാവും. അതിന് ആ ഒരു ശക്തിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതിന് ആര് നൽകിയാലും അതിന് നശിപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അന്നേക്ക് മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അതിന് അടിത്തറ പാകിയതായ ഒരു സംഘടനയാണ്. അതവർ വളരെ നമ്മളൊന്നും മാറിക്കുള്ളവരല്ല വരും. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ വളരെ മുഖ്ലിസീങ്ങളാവുന്നതായ മുത്തഖീങ്ങളാവുന്ന ആളുകളെ. ഒരു പണ്ഡിതനക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളായതുകൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ ഇസ്തിഫാദത്ത് ചെയ്യേണ്ടത് വിലായത്തിനാണ്. അങ്ങനെയുള്ള ഏത് നുബുവത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണെന്നാണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിൽ നമുക്ക് ഇസ്തിഫാദത്ത് ചെയ്യാൻ കഴിയൂല. പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇവിടെ നബി വരേണ്ട ആവശ്യമില്ലാതല്ലേ. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം മറ്റൊരു നബി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബിഅ്സത്ത് ചെയ്തില്ല. എന്താ കാരണം? റസൂലിന് ശേഷം മറ്റൊരു നബിൻ്റെ ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ ഈ ദീൻ നിലനിൽക്കേണ്ട കാലം വരെ ശക്തമായി നിലനിൽക്കാൻ പറ്റിയ ഒരു ദഅവത്തിൻ്റെ സംവിധാനമാണ് റസൂൽ അവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രചാരകരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ളതായ ആലിമീങ്ങൾ മദീന. അത് എങ്ങനത്തെങ്കിലും ആലിമീങ്ങൾ പറ്റൂല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഒരു പൂർണ്ണമായ ഇസ്തിഖാമത്ത് നമുക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ഇസ്തിഖാമത്തിന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അൽ ഇസ്തിഖാമത്ത് ദറജത്തുൽ യുത്തീഖഹ ഇല്ലൽ അകാബിർ. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളിലും നമ്മളെ വാക്കുകളിലും നമ്മളെ സംസാരങ്ങളിലും ഒക്കെ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. അത് കഴിയുമായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുൻഗാമികളാവും നമ്മളെ ഉസ്താദന്മാരുടെ ആ ജീവിത ശൈലിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ശൈലിയിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ പിന്നോക്കം പോയി. അപ്പോൾ അവർ ഇബാദത്തുകളിൽ അവർ പ്രത്യേകമായും കൊണ്ട് അവർ സൂക്ഷിച്ച് അവർ തഹരി ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ച അവരെ ആ ജീവിത രീതി പരിശോധിച്ചുകൊണ്ട് നിന്നാൽ തന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കിതാബുമായി ബന്ധപ്പെടുന്ന നമുക്ക് കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാനുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒരു വിദ്യാർത്ഥിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോ അവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കഴിച്ചിലാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആവരുത്. അപ്പോൾ ആ വിഷയങ്ങൾ തഹഖീഖാക്കി തഹ്രീർ ചെയ്ത് അതിന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായ പണിയാണ് നമ്മൾ ഉസ്താദന്മാരൊക്കെ ചെയ്യേണ്ടത്.
ഇന്നതല്ല, നാകെ ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നിലയ്ക്ക് ജനങ്ങളിൽ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അത് നിർത്തിവെക്കണം, അത് നിർത്തിവെച്ചേ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ഫിത്തനകൾ അതുണ്ടാക്കിക്കൊണ്ടിട്ട് ഇവിടെ ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മുതലിസമാരാവുന്ന നമ്മളും മറ്റുള്ള ആളുകളൊന്നും അതിന് മെനക്കെടാൻ പാടുള്ളതല്ല. ഇതൊരു വലിയ സംഘടനയാണ്. ഈ സംഘടനയെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് ഇവരുന്നൽക്ക് ഇതിനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ജനങ്ങളിൽ ഇതിനൊരു വിശ്വാസമുണ്ട്. ജനങ്ങളെ വളരെയധികം വിശ്വസിക്കപ്പെടുന്നതായ ഒരു സംഘടനയാണ്. ജനങ്ങളെ എല്ലാ നിലക്കും അവലംബിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ പലർക്കും പല പോരായ്മകളുണ്ടാവും. അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യന്മാർക്ക് പല പോരായ്മകളും പല ന്യൂനതകളൊക്കെ ഉണ്ടാവും. മാസൂമികളല്ലോ, ഇസ്ബത്ത് എന്നുള്ളത് അത് അമ്പിയാക്കന്മാരെ കൊണ്ട് മാത്രം മുക്തസത്താവുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാതെ നമ്മളാരും മാസൂമികളല്ല. പക്ഷേ മാസൂമികളല്ലെങ്കിൽ നമുക്ക് ഇസ്തിഖാമത്തിനെ കഴിയുന്നമായിരിക്കും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ നാനാഭാഗത്തു നിന്നുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ഇവിടെ വേണ്ട. ഇവിടെ ജനറൽ ഇസ്ലാം അതീത് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ സുന്നികളെന്ന് മാത്രമല്ല, സുന്നികളല്ലാത്ത ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും. സുന്നികളിൽ അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുത്തുന്ന ഒരു സംഗതി. അത് നമ്മൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇവിടെ എങ്ങനെയെങ്കിലും ഉസ്താദന്മാർക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചതൊക്കെ ഇതിനു വേണ്ടിയാണ്. ഇതിൻ്റെ ആ തനിമ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവർക്കും നമ്മൾ പ്രസംഗിക്കുക. എന്നിട്ട് പിന്നെ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന് ആർക്കും താറടിക്കുക, ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കാം. ആ ഒരവസ്ഥ വരുമ്പോൾ അതിനെതിൽ ശബ്ദിക്കാനെന്ന് നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരണില്ല. ശബ്ദിച്ചിട്ടാണെങ്കിൽ അതിൽ വല്ല കാര്യങ്ങളും വല്ല പ്രയാസങ്ങളും ഉണ്ടാകും. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ നേതൃസ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കില്ല. അത് വളരെ ശക്തമായ നിലക്ക് പറയണം. അപ്പോൾ അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാമല്ലോ. അത് പ്രസംഗിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറ്റുന്ന വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞോട്ടെ, നമുക്കിപ്പോൾ ഇവിടെ മുജാഹിദീങ്ങൾ അവരുടെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം. നമ്മൾക്കതിന് യാതൊരു വിരോധമില്ല, പ്രസംഗിച്ചോട്ടെ, നമ്മളതിന് നിൽക്കും. എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും. അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം ഉണർത്തുകയാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യണ ചില വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ. ചില വിദ്യാഭ്യാസ രീതികളെ പറ്റി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചില തീരുമാനങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുമാണ്. അത് പത്രത്തിൽ കൂടി പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച നടക്കണേന്നുകൊണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലോ. പ്രശ്നം ഇല്ലെങ്കിൽ ചർച്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ തോന്നിപ്പിക്കണം നിലക്ക് ആരും മനസ്സിലാക്കണ്ട. പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും ഉള്ളതിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കണം. അത് നല്ല നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി പോകാം, അല്ലെങ്കിൽ അല്ലാത്ത നിൽക്കും പോകാം. അത്ര അതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ ഞാൻ അങ്ങനത്തെ ചില വിദ്യാഭ്യാസത്തിനെ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ പ്രസംഗമൊക്കെ കേട്ടു. അതങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. എന്നോട് ചില സ്ഥാപനക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളവിടെ അന്ന് നമ്മൾ ചില പ്രശ്നം ഉണ്ടായി, ഇതൊരു വിദ്യാഭ്യാസ സംവിധാനം, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടായപ്പോൾ അവരെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം അതവിടെ നിലനിർത്തട്ടെ. എന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അപ്പോൾ ഔദ്യോഗികമായി തുടങ്ങിയ SNECൻ്റെ ആ വിഭാഗത്തിലേക്കുള്ള കുട്ടികളെ എടുക്കുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതങ്ങനെ അവസാനിച്ചങ്ങനെയാണ് പോയിക്കോളും. ഈ വിദ്യാഭ്യാസ രീതി നമുക്ക് എന്താകും ചെയ്യുക, നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ SNEC ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു രണ്ട് വിദ്യാഭ്യാസ കൂടി സംവിധാനങ്ങൾ കൂടി ഒരു സ്ഥാപനത്തിൽ വേണ്ടെന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചു. സമസ്ത കേരള ജമിയത്തിനോടൊക്കെ ഇരിക്കുന്ന ഒരു തീരുമാനത്തിന് ഇതിൽ ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസങ്ങളും അംഗീകരിക്കുന്ന ഒരുപാടുണ്ടാവും, അംഗീകരിക്കാത്ത സംവിധാനങ്ങളുണ്ടാവും, പലരും നമ്മളെ ആളുകളുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളിതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ പരസ്യമായ സ്റ്റേജുകൾ വെച്ചുകൊണ്ട് നമുക്കിതൊക്കെ വ്യക്തമായി പറയാനും പരസ്യമായി പറയാനും അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ നമുക്ക് ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ ഭേദിക്കേണ്ടത് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വഴിപ്പെട്ടുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് പോകുന്ന ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ്. അതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും. അതല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തെങ്കിലും നിലക്കുള്ള തീരുമാനങ്ങൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ
അതുമായി കൊണ്ട് യോജിച്ചു പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ചർച്ച ഇങ്ങനെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുത്തുകുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാന്ദർഭികമായി കൊണ്ട് അതൊക്കെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘടന ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഇത് 100ഓളം വർഷങ്ങൾ ഇവിടെ ആയി തുടങ്ങി. ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങി. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിലേക്ക് ഏതെങ്കിലും നിലയ്ക്ക് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് എതിരാകണം, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനെതിരാകണം, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കെതിരാകണം എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നോ അതിൻ്റെ ഉസ്താദന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം അത് നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഹിച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 വിദ്യാഭ്യാസം കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിരല്ല. പക്ഷേ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഇപ്പോൾ ആധുനിക അല്ല മാതമല്ല അസ്മാകുല്ല എന്നല്ലേ, എല്ലാ ടെക്നോളജി ആധുനിക പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പക്ഷേ ആധുനികൻ്റെ മക്കളിൽ അത് 2 നിലക്ക് ഉപയോഗിച്ചു പോകുന്നു. ഒരു വിഭാഗം എന്താക്കി അത് ഇലാഹിയായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും. മറ്റൊരു വിഭാഗം എന്താക്കി ഭൗതിക ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരതാണ്. അവർ എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നെത്താനുള്ളതായ അതിൻ്റെ മാർഗ്ഗങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഇത് മുമ്പ് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ കണ്ടുപിടിച്ചതല്ലേ, അവർ ചെയ്തതല്ലേ. പക്ഷെ അവർ ചെയ്തതെന്താ, അത് ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളെല്ലാം അവർ ഉപയോഗിച്ചത് ഇലാഹിയാവുന്ന മാധ്യമങ്ങളാണ്. ലോകത്തുള്ള എല്ലാ വാർത്തകളും അവർ സംഭരിച്ചില്ലേ, അവർ കേട്ടില്ലേ, അതൊക്കെ എങ്ങനെ ലോകത്തുള്ള പലരോടും അവർ സംസാരിച്ചില്ലേ, ഇതൊക്കെ തന്നെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ അത് 2 നിലക്ക് ഉപയോഗിച്ചു. അപ്പോൾ അത് അടിസ്ഥാനപരമായി തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ അവനക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളെ സംബന്ധിച്ചും അവനക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെടുന്ന അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാവുന്നതായ ഒരു കശ്ഫ്, അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്നതായ ചില വാസിത്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരീഅത്ത് എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസം പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് അടിസ്ഥാനപരമായിട്ട് അതിന് തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് നമ്മളുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ഇതാണ് നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഉള്ള സംവിധാനം. ആ പള്ളി ദർസുകൾ അതേ സ്വഭാവത്തിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സംവിധാനങ്ങളാണ്. ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അത് ഉസ്താദന്മാരെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളി ദർസുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം, കോളേജുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം. കോളേജുകളിലുള്ള ഉസ്താദന്മാരും പള്ളി ദർസുകളിലുള്ള ഉസ്താദന്മാരും ഒക്കെ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ പറയാനും കിതാബ് ഓതി കൊടുക്കാൻ സമയം കാണാതെയും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പല സ്ഥാപനങ്ങളിലുള്ള നമ്മളെ ഉസ്താദന്മാരൊക്കെ എന്താ കിതാബ് ഓതി കൊടുക്കുന്നതിനേക്കാൾ അവർ സമയം കണ്ടെത്തുന്നത് സംഘടനാപരമായ സംഘടന പാടം നമുക്ക് ആ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നിൽക്കുന്നതായ സംസാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. സംഘടനൻ്റെ പിന്നിൽ നിന്നും കൊണ്ട് സംഘടനൻ്റെ ആ കൊടക്കയിൽ നിന്നും കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെ മുദരിസന്മാർക്ക് ചെയ്യാൻ കഴിയും. ആ മുദരിസന്മാരോട് പറയാനുള്ളത് ഒരു ദർസിലുള്ള ഉസ്താദ് അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള ഉസ്താദ് ആണെങ്കിലൊക്കെ കോളേജിലുള്ള ഉസ്താദന്മാരേക്കാൾ വലിയ ബന്ധമാണ് നയിക്കണം കുട്ടികൾക്ക് ദർസിലുള്ള ഉസ്താദന്മാരോട്. കോളേജിലുള്ള ഉസ്താദന്മാരോടും ആ നിലക്കുള്ള ബന്ധങ്ങൾ തന്നെ ആയിരിക്കും. ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, സംഘടന നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സംഘടനയുടെ മുൻകഴിഞ്ഞ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാർ അവരുടെ ജീവിത രീതി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എങ്ങനെയാണ് കിതാബിൽ സമയം കഴിച്ചിരുന്നത്,